അപ്പോൾ ദേ ഇന്നും ഞാൻ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോൾ കളയിടാനുള്ള പൂക്കളും കളയിടാൻ ചാണകമൊക്കെ മെഴുകി അമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൂക്കളത്തിൻ്റെ രണ്ടാമത്തെ ദിവസം ചിത്തിരയാണ് കേട്ടോ ഇന്നലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പൂക്കളിടാൻ ഒരു എക്സ്പേർട്ടൊന്നുമല്ല, എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്യുന്നതാണെന്ന്. അതുകൊണ്ട് ഈ ഒരു ഓണം കഴിയുന്നത് വരെ എൻ്റെ പൂക്കളം നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ കേട്ടോ, വേറെ നിവൃത്തിയില്ല, നിങ്ങളത് കണ്ടേ പറ്റുള്ളൂ. മൂട്ടിൽ വെയിലടിക്കണ വരെ കിടന്നുറങ്ങണ ആളാട്ടോ ഞാൻ. ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ അമ്മ എന്നോട് ചോദിക്കുവാണ്, നിനക്ക് എന്നും ഇതേപോലെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായിട്ട് ഇരുന്നൂടെ അമ്മൂന്ന്. അമ്മ പറഞ്ഞത് കേട്ടിട്ടും കേൾക്കാത്ത പോലെയാണ് ഞാൻ ഇരുന്നത്. അപ്പം ഇന്നത്തെ പൂക്കളം ഇതാണ് കേട്ടോ. കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലുള്ള ഈ ഒരു മഞ്ഞപ്പൂവിലേക്കായിരുന്നു കേട്ടോ എൻ്റെ കണ്ണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അത് അസാനു വന്നു. ഇന്ന് അസാനു നേരം വൈകിട്ടാട്ടോ എഴുന്നേറ്റത്. ഇന്ന് ഞാൻ പൂക്കളിട്ട് കഴിഞ്ഞതിന് ശേഷമാട്ടോ അസാനു എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ ഇന്നത്തെ പൂക്കള വിശേഷം ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കിടന്നുറങ്ങണോ വേണ്ടതാണ് ഞാൻ ചിന്തിക്കുന്നത്. ബാക്കി നമുക്ക് നാളെ പറയാം കേട്ടോ.